ഹലോ ഗൈസ്, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷൈമിൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ ഡെസ്ക്കാണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര രസം തോന്നിയൊരു ഇതാണ്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാം ചെയ്യാം. എന്നിട്ട് നമ്മൾക്ക് എന്തായാലും നമ്മുടെ നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫുൾ ഡെസ്ക്കാണൊന്ന് കാണിക്കുന്നത്. കുറച്ച് മെസ്സിയാണ്, എന്നാലും അത്യാവശ്യം ഓർഗനൈസ്ഡും ആണ്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കോർണർ ഞാനൊരു ഗ്രീൻ കോർണർ എന്നാണ് വിളിക്കുക, ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോർണർ. എൻ്റെ ഡെസ്കിലാണെങ്കിൽ അത്യാവശ്യത്തിന് ഐ മീൻ 2 റിയൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഫുള്ളൊരു ഗ്രീനറി പ്ലാന്റ്സ്, അങ്ങനത്തെ ഒരു വൈബാണ് എൻ്റെ ഒരു ഡെസ്കിലുള്ളത്. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പിസ്ത ഷെൽ ടുലിപ്പാണ് കാണിക്കുന്നത്. ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളൊരു ടുലിപ്പാണ്. പല വീഡിയോസിലും ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അതിന് മുന്നേ തന്നെ. അപ്പോൾ ഈ ടുലിപ്പ് ഞാൻ പിസ്തത്തോടു കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈർക്കളിയും വെച്ചിട്ടാണ്, ചുലിൻ്റെ ഈർക്കളില്ലേ. പിന്നെ നമ്മുടെ ഈ സ്പ്രേ കുപ്പികളുടെയൊക്കെ അടിയിലുണ്ടാവില്ലേ ഒരു സാധനം, എന്താ പറയുക, അടിയിലൊരു പാട്ട പോലത്തെ ഒരു സാധനം, അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വേസ് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ പറയാം. ഇനി നമുക്ക് എന്തായാലും അടുത്ത സാധനത്തിലേക്ക് കിടക്കാം. ഇങ്ങനത്തെ കുഞ്ഞു കുപ്പികളൊക്കെ കാണുമ്പോൾ എനിക്ക് എടുത്തു വയ്ക്കാൻ തോന്നും. അങ്ങനെ എനിക്കുണ്ട് ആ സ്വഭാവം, എൻ്റെ സിസ്റ്ററിനുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റർ കളക്ട് ചെയ്തിട്ടുള്ള ഒരു കുപ്പി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ 10 മണി പൂക്കളില്ലേ, 10 മണി പൂക്കളാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വലിയ ചെടി, എൻ്റെ ഡെസ്കിലുള്ള ഏറ്റവും വലിയ ചെടിയും എൻ്റെ ഫസ്റ്റ് പ്ലാന്റും ഇതാണ്, ഈ ഒരു കാക്ടസ്. ഇത് എൻ്റെ ചെടിയല്ല സത്യം പറഞ്ഞാൽ, ബട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ടേബിളിലാണ് വെക്കുന്നത്. വേറെ ആരും അങ്ങനെ ഈ ഇത് ചോദിച്ചിട്ട് വരലില്ല. ആദ്യം എൻ്റെ സിസ്റ്ററായിരുന്നു ഇത് വാങ്ങിയത്. പിന്നെ അവളത് അതിനെ പരിപാലിക്കുന്നില്ല, അപ്പം ഞാനതെടുത്തു. എല്ലാത്തിലും എൻ്റെ ഒരു കവായി സ്റ്റിക്കേഴ്സ് വെക്കുന്ന എൻ്റെ ഒരു ശീലമുണ്ട്. അപ്പം ഞാൻ ഇതിലും കവായി സ്റ്റിക്കേഴ്സ് തന്നെ ആണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫാന് നോക്കാം. പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഈ ഒരു ഫാന് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു. മാർച്ച് മാസത്തിലാണ് കൊടുന്നത്. മാർച്ച് മാസത്തിൽ ഞാൻ ഈ ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരാളാണ്. അപ്പം ഈ ആ ഒരു സമയത്ത് പ്രോഗ്രാമിൻ്റെ സമയത്ത് മേക്കപ്പ് ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് വേർക്കും. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇവിടുത്തെ ഉത്സവത്തിനാണ് നമ്മളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എന്തായാലും ഇതുപോലൊരു സ്റ്റാൻഡും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആ സ്റ്റാൻഡുമ്മ ഒരു നല്ലൊരു ഡെക്കറേഷൻ പോലെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സാധനം നോക്കാം. ഇത് ഞാൻ കുറച്ച് പെട്ടികളുമുണ്ട്. നമ്മുടെ സൺസ്ക്രീനിൻ്റെ പെട്ടിയും പിന്നെ ഒരു ഹെയർ ഡൈൻ്റെ ഒരു പകുതി പെട്ടിയും കൂടെ വെച്ചിട്ട് ഗ്ലൂ ചെയ്തു, കട്ട് ചെയ്തു, അങ്ങനെ ഓരോന്നാക്കി ഉണ്ടാക്കിയതാണ്. ഒരു സ്റ്റിക്കർ കഴിയുമ്പോൾ ഒട്ടിക്കാൻ എന്നെ മറന്നിട്ടില്ല. ഇതിൽ ഞാൻ വെച്ചിട്ടുള്ള കുറേ മിനി ബുക്സാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. മിനി ബുക്സാണ് എൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പഫ് കീ ചെയിനും ഞാൻ എൻ്റെ കൂടെ ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എയർപോഡ്സ് ആണ് കേട്ടോ. എൻ്റെ ഈ എയർപോഡ്സ് ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കൽ. ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് പോക്കറ്റും കൂടെ ഇതാക്കിയിട്ടുള്ളത്. ഇത് ചെറിയ സാധനമായതുകൊണ്ട് എപ്പോഴും കാണാതെ പോകും. പഠിക്കാനാണ് ഞാനിത് നോർമലായിട്ട് ഉപയോഗിക്കാറുള്ളത്, ബട്ട് പഠിക്കാൻ നേരത്ത് അത് കാണത്തുണ്ടാവില്ല. പിന്നെ ഈ ഒരു ലാമ്പും ഞാൻ കഴിഞ്ഞ വെക്കേഷന് ഗൾഫിൽ പോയപ്പം വാങ്ങിയതായിരുന്നു. അടിപൊളി ലാമ്പാണ് ഗൈസ്. ഇതിന് കുറേ മൾട്ടി ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട്.
ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ലാമ്പ് എടുക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇതുപോലെ വലിയ ലാമ്പാണ് കേട്ടോ. അത്യാവശ്യം വലുതാണ്. ഇത് ഡെസ്ക് ഡെക്കറൊക്കെ ആയിട്ട് വെക്കാൻ നല്ല അടിപൊളി സാധനമാണ്. ഈ സാധനം നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെയാണ്. ഇതിന്മേൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഭയങ്കര ക്യൂട്ടാണ്. ഒരു ബൊമ്മക്കുട്ടീനെ പോലെയാണ്. ഇത് ചാർജബിളാണ്. ആ ബട്ടൺ തിരിച്ചാലാണ് നമ്മൾ ലൈറ്റ് കത്തല്. ഈ ഇതിൻ്റെ കൂടെ വേറെ സ്റ്റാൻഡും വരുന്നുണ്ട്. ഈ സ്റ്റാൻഡിൻ്റെ അടിഭാഗത്ത് നമുക്ക് കാണാം ഒരു ഷാർപ്നറിൻ്റെ ഭാഗമുണ്ട്. ഞാൻ ഷാർപ്നർ ഇത് കുറച്ച് പൊടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തട്ടിക്കളയട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഒരു തുള. അതിൻ്റെ ഉള്ളിൽ കൂടെ ഷാർപ്പൻ ചെയ്ത് ഇതൊന്ന് വലിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെയുള്ള സ്റ്റാൻഡിന്മേൽ അവിടെ പെൻസിലിട്ട് വയ്ക്കുന്നതാണ്. ഞാൻ പിന്നെ കുറച്ച് ബുഷും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടിഭാഗത്തോട്ട് പോവാം. എൻ്റെ ടേബിളിൻ്റെ അടിഭാഗം നല്ല മെസ്സിയാണ്. പിന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. ഈ ഒരു വലിയ ബ്ലൂ ബാഗിൽ എൻ്റെ ക്രാഫ്റ്റിംഗ് സാധനങ്ങളൊക്കെയാണ് ഞാൻ വെക്കൽ. പിന്നെ എന്തിനെന്നറിയാതെ കുറേ ക്രാഫ്റ്റിംഗ് സാധനങ്ങൾ ഞാൻ എടുത്ത് വയ്ക്കും. ജേണല്, അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ. പിന്നെ ഈ ഒരു പെട്ടി നല്ല ഇരുടാണ്. ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, മഴയൊക്കെ ആയതുകൊണ്ടാണ്. പുറത്തെടുത്ത് കാണിച്ചു തരാം ലൈറ്റൊക്കെ ഉണക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പെട്ടീൻ്റെ ഉള്ളിൽ നമുക്ക് എൻ്റെ ഒരു സ്കുഷി കളക്ഷനും പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ, കുക്കറ്, കുഞ്ഞു കുക്കറൊക്കെ ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ ഒക്കെ നമ്മൾ കളിക്കുന്നത്, അതുപോലത്തെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനും അതിട്ട് കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വയ്ക്കും. ഞങ്ങൾക്ക് വാങ്ങുന്ന കളിപ്പാട്ടങ്ങളിൽ കുറച്ച് എല്ലാം ഔട്ട്ഡോറായിട്ടാണ് കളിക്കുന്ന സാധനങ്ങളാണ്. ബട്ട് അതിൽ കുറച്ച് പാവക്കുട്ടികളൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി ഇൻഡോറിൽ വയ്ക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും പുറത്തേക്ക് പോയി കളിക്കാൻ പറ്റുന്നൊന്നും വിചാരിക്കേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് കുറച്ച് എണ്ണുണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ബോക്സാണ്. ഇത് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാക്കി വെച്ച കുറച്ച് സാധനങ്ങളാണ്. ഒരു പേപ്പർ സോപ്പ്, സ്റ്റിക്കി നോട്ട്സ്, ഈ ഒരു പർപ്പിൾ നോട്ട്ബുക്ക്. ഈ പർപ്പിൾ നോട്ട്ബുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പ്രോസസ്സ് കുറച്ച് പണിയുണ്ടായിരുന്നു. കാര്യം നമ്മൾ പർപ്പിൾ കളറിന് വേണ്ടിയിട്ട് ഈ കുറച്ച് ചെടികളും കായകളൊക്കെ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് പണി കിട്ടും. എനിവേസ് പിന്നെ നമുക്ക് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ ഒരു ഫയലുണ്ട്. ഫയലിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയൊക്കെയോ നിറച്ചിട്ടുണ്ട്. ഉണ്ട് കുറച്ച് കച്ചറകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് A4 ഷീറ്റ്സും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതുപോലെ ഒരു കളറിൻ്റെ പെട്ടി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വൈറലായിട്ടുള്ള മണി സേവിങ് ബോക്സിൻ്റെ ഉഡായിപ്പ് വേർഷനാണ് ഗൈസ്. ഇത് ഞാൻ സ്വന്തമായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് വൃത്തികെട്ട സാധനമായിപ്പോയി. പണിപ്പെടാനെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ